നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തലക്കടിച്ചും വെട്ടിക്കൊന്നുമൊക്കെ ഒരു കാലത്ത് കേരളം പിടിച്ചെടുത്തിയ ഒരു പാർട്ടി പിന്നീട് ഒരു പതിറ്റാണ്ട് തുടർച്ചയായി കേരളം ഭരിക്കുന്നു. പിണറായി വിജയനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും വിവാദങ്ങളുമൊക്കെ തല്ലിക്കെടുത്താൻ എല്ലാ കാലത്തും തോളോട് തോൾ ചേർന്ന് CPI എന്ന പാർട്ടിയും CPMനൊപ്പം നിലയുറപ്പിച്ചു. 2011-16 കാലഘട്ടത്തിൽ അന്ന് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ ക്രൂശിച്ചു. ഒടുവിൽ ഉമ്മൻചാണ്ടി മരണത്തിലേക്ക് കടന്നു പോകുമ്പോഴും അദ്ദേഹത്തെ അധിക്ഷേപിച്ചു. ഒടുവിൽ ഭരണത്തിൽ നിന്നൊഴിഞ്ഞ പിണറായി വിജയനും മകൾ വീണ വിജയനും നേർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ അവർ തെളിവുകൾ കേരളത്തിന് മുന്നിൽ നിരത്തി. പിണറായി വിജയനെ രക്ഷിക്കാൻ CPMന്റെ മുതിർന്ന നേതാക്കൾക്ക് പോലും ഭയം. മകൾക്കെതിരെയുള്ള സാമ്പത്തിക കേസിൽ CPM അടപടലം തനിക്കൊപ്പം നിൽക്കുമെന്ന് പിണറായി വിജയൻ പ്രതീക്ഷിച്ചു. പിണറായി വിജയന്റെ വീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് ചെയ്തപ്പോൾ തൊട്ടു പിന്നാലെ ഇരച്ചെത്തിയ പാർട്ടി പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചും വാഹനം തകർത്തുമൊക്കെ ഭയപ്പെടുത്താൻ നോക്കി. എന്നാൽ ED കട്ടയ്ക്ക് നിന്നതോടെ പാർട്ടി പ്രവർത്തകർ വിരണ്ടോടി. LDFന്റെ സമ്പൂർണ്ണ പ്രതിരോധം പിണറായി വിജയൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ CPI പിണറായിയുടെയും മകൾ വീണ വിജയന്റെയും പ്രതിരോധത്തിനെത്തുമെന്നാണ് പിണറായി വിജയൻ കണക്കുകൂട്ടിയത്. പ്രതിപക്ഷത്തിരിക്കുന്ന LDFനെ സംബന്ധിച്ച് തുടക്കം മുതൽ കീറാമുട്ടിയാണ് പ്രതിപക്ഷ ഉപനേതാവിൻ്റെ കസേര. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ ഇരിക്കുന്നു. പാർട്ടിയുടെ മറ്റൊരു മുഖം പ്രതിപക്ഷ ഉപനേതാവായി ഇരിക്കണമെന്ന് പിണറായി ആഗ്രഹിക്കുന്നു. തൻ്റെ മകൾക്കെതിരെയും തനിക്കെതിരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണത്തിൽ ഒരു പ്രതിരോധ കവചം തീർക്കാൻ മിനക്കെടാത്ത CPIയോട് പിണറായി വിജയന് കടുത്ത അമർഷം. ഉപനേതാവ് കസേരയുടെ പേരിൽ പിണറായി വിജയനും CPIയും നേർക്കുനേർ കൊമ്പ് കോർക്കുമ്പോൾ അതിലപ്പുറം വ്യക്തിപരമായ ചില വൈരാഗ്യങ്ങളും പകയുമുണ്ട്. ഒടുവിൽ CPIയെ അടിച്ചിരുത്തുന്ന ഒരു പരസ്യ പ്രസ്താവന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തുന്നു. ഒരു കാരണവശാലും CPIക്ക് പ്രതിപക്ഷ ഉപനേതാവിൻ്റെ സ്ഥാനം നൽകില്ല എന്നതായിരുന്നു പിണറായി വിജയൻ്റെ പ്രസ്താവന. ഇതോടെ CPIയിൽ കടുത്ത അമർഷവും അതൃപ്തിയും. LDF കൂടാരം വിട്ടിറങ്ങാൻ കഴിഞ്ഞ കുറേ കാലമായി CPI പദ്ധതിയിടുന്നു. ഇപ്പോൾ വലിയ MLAമാരുടെ ഭൂരിപക്ഷത്തിലാണ് UDF കേരളം ഭരിക്കുന്നത്. ആ കൂടാരത്തിലേക്ക് ചെന്ന് കയറിയാൽ മന്ത്രിസ്ഥാനം ഉടനെ ലഭിക്കില്ല. എന്നാൽ ഭാവിയിൽ ഭരണത്തിൻ്റെ പങ്കാളികളാകണമെങ്കിൽ UDFിലേക്ക് തന്നെ ചെന്നെത്തുന്നതാണ് നല്ലത് എന്ന് CPMനറിയാം. ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അവർ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുന്നു. CPIയെ കൂടി തങ്ങളുടെ ചേരിയിലേക്ക് കൊണ്ടുവന്നാൽ മുന്നണി കൂടുതൽ ശക്തിപ്പെടുമെന്നും തുടർ ഭരണം ഉറപ്പിക്കാമെന്നും UDFിൻ്റെ കണക്കുകൂട്ടൽ. ഇത് സംബന്ധിച്ച നിർണായകമായ ചില നീക്കങ്ങൾ VD സതീശൻ നടത്തിക്കഴിഞ്ഞു. അവിടെയാണ് പിണറായി വിജയൻ്റെ ആക്രോശങ്ങൾക്കും മുന്നറിയിപ്പുകൾക്കും മുന്നിൽ പരിഹാസച്ചിരിയോടെ ബിനോയ് വിശ്വം അടക്കമുള്ള CPI നേതാക്കൾ നിൽക്കുന്നത്. CPIയുടെ അർഹമായ ആവശ്യത്തെ പരസ്യമായി തള്ളിക്കളഞ്ഞ CPMന്റെ നടപടി മുന്നണി മര്യാദകളുടെ കടുത്ത ലംഘനവും നേരിട്ടുള്ള വെല്ലുവിളിയുമാണ് എന്ന് CPI നേതാക്കൾ കരുതുന്നു. വിഷയത്തിലെ വിയോജിപ്പ് വ്യക്തമാക്കി CPM കേന്ദ്ര നേതൃത്വത്തിന് നേരിട്ട് പരാതി അറിയിക്കുകയാണ് CPIയുടെ ലക്ഷ്യം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ബിനോയ് വിശ്വം പരസ്യമായി തള്ളിപ്പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ കടുത്ത നിലപാടിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ CPI അംഗങ്ങൾ ഒരു പ്രത്യേക ബ്ലോക്കായി ഇരിക്കണമെന്ന അഭിപ്രായം പോലും പാർട്ടി നേതാക്കളിൽ ശക്തമാണ്. പിണറായി വിജയൻ്റെ പെട്ടെന്നുള്ള പ്രതികരണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമായ ചില കാരണങ്ങളുണ്ട് എന്ന് വ്യക്തം. തൻ്റെ മകൾക്കെതിരായ സാമ്പത്തിക കേസിൽ CPI പ്രതികരിച്ച രീതിയിൽ ശക്തമായ വിയോജിപ്പ് പിണറായി വിജയനുണ്ട്. വീണ വിജയനെതിരെയും പിണറായി വിജയനെതിരെയും ED ഇറക്കിയ വാർത്താക്കുറിപ്പ്. ഈ വാർത്താക്കുറിപ്പിലെ വാദങ്ങൾ CPI യാതൊരു വിധത്തിലും തള്ളിക്കളഞ്ഞില്ല. പ്രതിപക്ഷ ഉപനേതാവ് പദവി CPIക്ക് നൽകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെയാണ് പരസ്യമായി പ്രതികരിച്ചത്. സ്പീക്കർക്ക് നൽകുന്ന ഔദ്യോഗിക കത്തിൽ ഉപനേതാവായി നിർദ്ദേശിക്കുന്നത് CPM നേതാവിൻ്റെ പേരായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇടതുമുന്നണിയെ ഇത് വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ 3 മാസമായി തുടരുന്ന തർക്ക വിഷയം ഇപ്പോൾ മുന്നണിയുടെ ഒരു പൊട്ടിത്തെറിയിൽ കലാശിക്കുമോ എന്ന ഭയം ഇടതുപക്ഷ മുന്നണിയിലുള്ള ചില നേതാക്കൾക്കുണ്ട്. എത്ര കടുത്ത തീരുമാനമെടുക്കേണ്ടി വന്നാലും തങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരടി പോലും ഇനി പിന്നോട്ടില്ല എന്നാണ് CPI നേതാക്കളുടെ തീരുമാനം. യാതൊരു വിധത്തിലും CPIക്ക് വഴങ്ങേണ്ടതില്ല എന്ന് CPMന് പിണറായി വിജയൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. കർക്കശമായ ഒരു ശൈലിയും നിർദ്ദേശവുമാണ് പിണറായി വിജയൻ നൽകിയിരിക്കുന്നത്.
LDFിലെ ഇത്തരം പദവികൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രം വീതിച്ചു നൽകിയിട്ടുള്ള കുത്തകയില്ല എന്ന് ബിനോയ് വിശ്വം പറയുന്നു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കേന്ദ്ര നേതൃത്വവുമായി ഡി രാജ നടത്തണമെന്നായിരുന്നു CPI സംസ്ഥാന കമ്മിറ്റിയുടെ ആവശ്യം. ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നതിനിടയിൽ പക്ഷേ CPIയുടെ ആവശ്യം പരസ്യമായി പിണറായി വിജയൻ തള്ളിക്കളഞ്ഞു. CPIയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ ഒരു വിധത്തിലും അംഗീകരിച്ചു കൊടുക്കേണ്ട എന്നതാണ് പിണറായിയുടെ തീരുമാനം. CPIയുമായി ഇക്കാര്യത്തിൽ ചർച്ചയുടെ ആവശ്യം തന്നെയില്ല എന്ന നിലപാട് പിണറായി വിജയൻ പരസ്യമായി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ LDF യോഗത്തിൽ വെച്ച് CPIയുടെ അവകാശവാദം തള്ളിക്കളഞ്ഞുകൊണ്ട് അക്കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കണമെന്ന് CPMന് ആഗ്രഹമുണ്ടായിരുന്നു. അതിനായി CPM സംസ്ഥാന നേതൃത്വം മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണ തേടുകയും ചെയ്തു. ഇതറിഞ്ഞ CPI നേതൃത്വം മറ്റ് ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ടു. ഇത് CPMും CPIയും തമ്മിലുള്ള പ്രശ്നമാണെന്നും കക്ഷി ചേരരുതെന്നും CPI ഘടകകക്ഷികളോട് ആവശ്യപ്പെട്ടു. ഏതെങ്കിലും വിധത്തിൽ CPIയെ പരസ്യമായി മുന്നണി യോഗത്തിൽ വെച്ച് അധിക്ഷേപിക്കുകയും തങ്ങളുടെ ആവശ്യങ്ങൾ നിരാകരിക്കുകയും ചെയ്താൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ബിനോയ് വിശ്വം MV ഗോവിന്ദനെയും TP രാമകൃഷ്ണനെയും നേരിൽ കണ്ടറിയിച്ചു. ഇതേ തുടർന്നാണ് മുന്നണി യോഗത്തിൻ്റെ അജണ്ടയിൽ ഇത്തരമൊരു വിഷയം ഉൾപ്പെടുത്തില്ല എന്ന വാക്ക് MV ഗോവിന്ദൻ CPIക്ക് നൽകിയത്. CPI ഒരു പ്രത്യേക ബ്ലോക്കായി നിയമസഭയിൽ ഇരിപ്പുറപ്പിച്ചാൽ അത് LDFിന്റെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് വഴിവെക്കും. മുന്നണി വിടുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്നാണ് ഇപ്പോൾ CPIയുടെ മുതിർന്ന നേതാക്കൾ പറയുന്നത്. ഉപനേതാവായി CPM കണ്ടുവച്ചിരിക്കുന്നത് KN ബാലഗോപാലിനെയാണ്. കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെ പാർട്ടിയെ കുത്താനും നോവിക്കാനും ശ്രമിക്കുന്ന CPIയോട് ഇനി ഒരു വിധത്തിലുമുള്ള അനുനയം ആവശ്യമില്ല എന്നാണ് CPMന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഈ വികാരം തന്നെയാണ് പിണറായി വിജയന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നതും. ഇങ്ങനെയൊരു പ്രശ്നം സൃഷ്ടിച്ചതും കമ്മിറ്റികൾക്കുള്ളിൽ CPMനെതിരെ നിരന്തരം ചർച്ച സംഘടിപ്പിച്ചതുമൊക്കെ CPI നേതാക്കളാണ്. CPMന്റെ ഏകാധിപത്യ നിലപാടുകൾ ഒരു തലത്തിലും അംഗീകരിക്കില്ല എന്ന് CPI പറയുന്നു. വെള്ളിയേട്ടൻ മനോഭാവം അങ്ങ് AKG സെന്ററിൽ വെച്ചാൽ മതി. വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ CPI ഇപ്പോൾ രഹസ്യമായി ചരടുവലികളും തുടങ്ങി. CPMനെ രാഷ്ട്രീയമായി ജെട്ടിക്കുന്ന ചില നീക്കങ്ങൾക്കാണ് CPI ശ്രമം തുടങ്ങിയിരിക്കുന്നത്. പിണറായിയുടെ നിലപാട് അദ്ദേഹത്തിൻ്റെ പദവിക്കും രാഷ്ട്രീയ പക്വതയ്ക്കും നിരക്കുന്നതല്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചിരുന്നു. LDFിൻ്റെ മുന്നണി സംസ്കാരത്തിനും രാഷ്ട്രീയ രീതിക്കും ചേരാത്ത പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത് എന്നായിരുന്നു ബിനോയ് വിശ്വം വിശദീകരിച്ചത്. ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട വിഷയം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഏകപക്ഷീയമായി തള്ളിക്കളഞ്ഞത് CPIയുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചു. ഇതിൻ്റെ ആദ്യപടിയായി നിയമസഭയിൽ CPI അംഗങ്ങൾ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുമെന്ന കൂട്ടായ തീരുമാനം. അതിലപ്പുറം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ ഇടതുപക്ഷ മുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ തങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന സൂചനയും CPI നൽകുന്നു. അടുത്ത രാജ്യസഭാ തെരഞ്ഞെടുപ്പോടെ ഇടതുമുന്നണി സംവിധാനം തന്നെ തകർന്നറിയുന്ന കാഴ്ച കേരളം കാണേണ്ടി വരും. ചുരുക്കത്തിൽ വരുന്ന 5 വർഷത്തേക്ക് CPMന് ഒരു രാജ്യസഭാംഗം പോലും ഇല്ലാത്ത അവസ്ഥ സൃഷ്ടിക്കുകയാണ് CPIയുടെ അണിയറ നീക്കം. ആകെ നിയമസഭാംഗങ്ങളുടെ എണ്ണം 140, ഒഴിവുകളുള്ള സീറ്റുകളുടെ എണ്ണം 3. 36 അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യസഭാ അംഗത്തെ വിജയിപ്പിക്കാൻ കഴിയൂ. നിലവിൽ UDF ആണ് കേരളം ഭരിക്കുന്നത്. പ്രതിപക്ഷത്തുള്ള ഇടതുപക്ഷ മുന്നണിക്ക് 35 MLAമാർ, നിയമസഭയിൽ BJPക്ക് 3 MLAമാരുടെ പിന്തുണ, CPIക്ക് മാത്രം 8 MLAമാർ. ഭരണകക്ഷിയായ UDFന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. തങ്ങളുടെ ആദ്യ 2 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ UDFന് എളുപ്പത്തിൽ കഴിയും. 2 സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചതിന് ശേഷം UDFിൻ്റെ കയ്യിൽ ബാക്കിയുള്ളത് 30ഓളം വോട്ടുകൾ. ഇവിടെയാണ് CPIയുടെ 8 വോട്ടുകൾ കൂടി ചേർന്നാൽ മൂന്നാമത്തെ സ്ഥാനം ഒരുപക്ഷെ CPIക്ക് തന്നെ നേടിയെടുക്കാൻ കഴിയും എന്ന ചിന്ത. UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും കൈവശമുള്ള മിച്ചമുള്ള 30ഓളം വോട്ടുകളും CPIയുടെ 8 വോട്ടുകളും ഒത്തുചേർന്നാൽ മൂന്നാമത്തെ സീറ്റിലേക്കുള്ള വിജയെ നിശ്ചയിക്കാൻ കഴിയും. UDF CPI സഹകരണത്തിനുള്ള തുടക്കമാകുമിത്. സങ്കീർണമായ രാഷ്ട്രീയ സമവാക്യം പ്രയോഗിക്കപ്പെട്ടാൽ CPMന്റെ സ്ഥാനാർത്ഥി ദാരുണമായി പരാജയപ്പെടും. ഇതോടെ വരും വർഷങ്ങളിൽ പാർട്ടിക്ക് കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗമില്ലാതാകുന്ന സാഹചര്യം. പിണറായി വിജയനെതിരെയുള്ള കലിപ്പ് തന്നെയാണ് CPIയെ ഇത്തരം കടും കൈകൾക്ക് പ്രേരിപ്പിക്കുന്നതും. മറുവശത്ത് VD സതീശൻ അടക്കമുള്ള ഉന്നത നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ CPIയെ തങ്ങളുടെ മുന്നണിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ചരടുവലികൾ തുടങ്ങി. ഇടതുപക്ഷ മുന്നണി പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് കേരളത്തിന് മുന്നിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.